താമരശ്ശേരി ചുരത്തിൽ ആശങ്കയേറ്റ് വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ. തുടർച്ചയായി കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുകയാണ്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നീരൊഴുക്കും ശക്തമാണ്. ചുരത്തിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. കടപുഴകി വീണ മരങ്ങളും താഴോട്ട് പതിച്ച പാറക്കല്ലുകളും നീക്കിയതോടെ ഇന്നലെ മുതൽ ചുരം റോഡിൽ താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. എന്നാൽ രാത്രിയോടെ ഉണ്ടായ കനത്ത മഴയിൽ വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം ലൈവായി വാർത്ത നൽകുന്നതിനിടയിൽ പോലും രൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്നാണ് ചുരം റോഡ് വഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചത്. നിലവിൽ ലക്കിടിയിലും അടിവാരത്തും വാഹനങ്ങൾ തടയുകയാണ്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി പോകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മണ്ണിടിച്ചിൽ അറിയാതെ വന്നവരുടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അടിവാരത്തുള്ളത്. കുറെ സമയമായോ? കുറച്ചേരായി. എന്തെങ്കിലും പറഞ്ഞോ പോലീസ്? എപ്പോ വിടുന്നു? അങ്ങനെ മോളിലുള്ള സ്ഥിതി നോക്കിയിട്ട് വിടാന്നാ പറഞ്ഞിട്ടുള്ളത്. രണ്ടാം ദിവസമായിട്ടും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇനി ചുരം റോഡ് വഴി വാഹനം കടത്തിവിടുകയുള്ളൂ. റിപ്പോർട്ടർ, കോഴിക്കോട്.